ദൈവസ്നേഹത്തിൻ്റെ 9ാമത്തെ ഫലം വലിയൊരു വാഗ്ദത്തമാണ്. 1 കൊരിന്ത്യർ 2:9 അത് വെളിപ്പെടുത്തുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇത് യെശയ്യാ പ്രവചനം 64:4 നിന്നും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. റോമർ 11:33-34 ഇത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? പരിശുദ്ധാത്മാവിനാലുള്ള ജ്ഞാനവും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും പ്രാപിച്ച് ക്രിസ്തുമാർഗത്തിൽ ഈ ഭൂമിയിൽ അനശ്വരമാക്കിയവർക്ക് കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതും അവിടുന്ന് കൽപ്പിച്ചു നൽകുന്നതുമായ 2 കൊരിന്ത്യർ 5:1 പറയുന്ന ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തതാണത്. അത് നിത്യതയാണ്. ദൈവഭവനത്തിൽ അവനോടൊപ്പമുള്ള വാസമാണ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അനുഭവിക്കുവാൻ യോഗ്യരാകുകയും ചെയ്യുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടട്ടെ. ആമീൻ.